വയനാട് കേന്ദ്ര സഹായത്തിൽ വ്യക്തത വരുത്താത്തതിന് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേന്ദ്രം അനുവദിച്ച തുക ചെലവഴിക്കേണ്ടതിൽ കൃത്യമായ മറുപടി നൽകാത്തതിനാണ് വിമർശനം. കേന്ദ്ര സർക്കാർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് കോടതി ചോദിച്ചു. കേന്ദ്ര സഹായം മാർച്ച് 31-നകം ചെലവഴിക്കണം എന്നായിരുന്നു വ്യവസ്ഥ. ബിനിലാണ് വിവരങ്ങളുമായുള്ളത്. ബിനിൽ, കോടതി എന്തൊക്കെ ചോദ്യങ്ങളാണ് കേന്ദ്രത്തോട് ചോദിച്ചിരിക്കുന്നത്? അഭിലാഷ്, കേന്ദ്ര സർക്കാരിനെ ഇന്ന് കോടതി എടുത്തു കുടയുക തന്നെയാണ് ഈ വിഷയത്തിൽ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ സമ്മർദ്ദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട 529 കോടി രൂപയുടെ ഒരു സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് 16 പദ്ധതികൾക്കായിട്ടാണ് ആ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പണം മാർച്ച് 31-നകം ചെലവഴിക്കണമെന്നതായിരുന്നു അതിലെ വ്യവസ്ഥ. അതായത് ഇനി ആ പണം ചെലവഴിക്കാനായി ഇപ്പോൾ നമ്മൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 11 ദിവസത്തിനുള്ളിൽ ഇത്രയും വലിയൊരു തുക ചെലവഴിക്കണമെന്നതാണ് ആ വ്യവസ്ഥയിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയത്. ഇന്ന് കോടതി പ്രധാനമായും ചോദിച്ചിരുന്നത് ഈ തുക ഈ ബന്ധപ്പെട്ട പുനരധിവാസങ്ങൾ നടത്തുന്ന ഏജൻസികളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയാൽ മതിയോ ഈ മാർച്ച് 31-നകം. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നതായിരുന്നു കോടതി നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വിശദീകരിച്ചത് ഡിസംബർ 31 വരെ സമയം നീട്ടിയിട്ടുണ്ട് എന്നതാണ്. ആ ഡിസംബർ 31 വരെ സമയം നീട്ടിയെന്ന് പറയുമ്പോഴും ആ ഡിസംബർ 31-നകം നമുക്ക് ഈ പണി പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പല പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ 12 മുതൽ 18 മാസം വരെ എടുക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഡിസംബർ 31 എന്ന കാലയളവും പര്യാപ്തമായ ഒന്നല്ല. അവിടെ കോടതിക്ക് അറിയേണ്ടിയിരുന്നത് ഈ തുക ഈ ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾക്ക് കൈമാറിയാൽ മതിയോ എന്നത് മാത്രമായിരുന്നു. പക്ഷെ അതിലൊരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ടാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണോ ശ്രമിക്കുന്നതെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് പോലും ഡിവിഷൻ ബെഞ്ച് ഒരു ഘട്ടത്തിൽ ചോദിച്ചു. കൃത്യമായി ഉത്തരം നൽകാൻ ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ അവരെ കൊച്ചിയിലെത്തിക്കാൻ അറിയാമെന്ന് കൂടി ഇന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. അതിരൂക്ഷ വിമർശനമാണ് വയനാടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് ഇന്ന് നേരിടേണ്ടി വന്നത്. വെറുതെ കോടതിയുടെ സമയം കളയരുത് എന്നുകൂടി കോടതി പറഞ്ഞു വെച്ചു. അടുത്ത ബുധനാഴ്ചക്കകം ഇക്കാര്യത്തിൽ കൃത്യത വരുത്തണം എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് ഒരു മുന്നറിയിപ്പായി തന്നെ നൽകിയിരിക്കുന്നത്. അതിശക്തമായ ഭാഷയിലുള്ള മുന്നറിയിപ്പ് കേന്ദ്രത്തിന് കേരള ഹൈക്കോടതി നൽകിയിരിക്കുന്നു. വിമാനത്തിൽ ഇങ്ങോട്ട് വരുത്താൻ അറിയാം കോടതി പറഞ്ഞിരിക്കുന്നത്.